ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എയർപോർട്ടിനടുത്ത് കാലടി ഒക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒക്കലിൽ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ കട പോയി ചെയ്യുന്നത്. അതിന് മുന്നേ ഫുഡ് അടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതിന് ഇന്ന് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, സിബി ഉണ്ട് എൻ്റെ കൂടെ. സിബിനെ കാണിക്കാം അല്ലേ? സിബിനെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചൊന്ന് കാണിച്ചേ. സിബി ഇവിടെ ഉണ്ട്. സിബി റെഡിയല്ലേ? പിന്നെ സിബി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വേഗം വീഡിയോ എടുത്ത സമയങ്ങളല്ലേ വേഗം കയറി കഴിക്കാമെന്നും പറഞ്ഞാൽ സിബി ഇരിക്കണം. വാങ്ങി എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കാലടി റൂട്ടിൽ ഇത് ഒക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മെയിൻ റൂട്ടിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളു ഈ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക്. ഇതുണ്ട് ആ വീടിനോട് ചേർന്ന് ഈ ചെറിയൊരു റൂമിലാണ് ഇദ്ദേഹം ഈ ആൾക്കാരുമായിക്കണ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനല്ല, കിട്ടില്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ അവിടെ പോയി കഴിച്ചാൽ അറിയുള്ളൂ. ഇത് ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ വിവരപ്പട്ടിക വന്ന് കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിലയും തുച്ഛം അല്ലേ, ഗുണവും മെച്ചം എന്ന് പറഞ്ഞാൽ എന്താ അടിപൊളി ടേസ്റ്റാണ്. അത് നിങ്ങൾ നേരിട്ട് പോയി എൻജോയ് ചെയ്യുക. ഫുഡ് പ്രേമിയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇടമാണിത്. സെബാസ്റ്റ്യൻ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്, അതുകൊണ്ടാണ് അല്ലേ കൂടുതൽ പറയിക്കാത്തത്. കാരണം നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ പുള്ളിനെ കാണിക്കാൻ ഗ്യാപ്പ് കിട്ടാറില്ല. ഇപ്പോൾ ഷോർട്ട്സ് ആണല്ലോ. നമ്മൾ കയറിയപാട് ഒരു താറാവറിയും പറഞ്ഞു, ഒരു പോർക്ക് കറിയും പറഞ്ഞു, പിന്നെ ലിവർ ഓർഡർ ചെയ്തപ്പോഴാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ പറയുന്നത് ചിക്കൻ കറി ഉണ്ട്, നാടനാണ്, ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞാൽ അവരുടെ. അത് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഉണ്ടാവുള്ളൂ. എന്തായാലും ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ലിവർ അങ്ങോട്ട് കെട്ടിയിട്ട് ആ ചിക്കൻ കറി ഇങ്ങോട്ട് പറഞ്ഞു നാടൻ. ഇത് നാടൻ കോഴി ചേട്ടൻ പറഞ്ഞ അല്ലേ? ഓക്കെ. ഇതിൻ്റെ സ്പെഷ്യൽ അതോ 4 പീസായിട്ടുള്ളത്? അൽഫാമിന് കൊടുക്കുന്ന രീതിയിൽ അല്ലേ? മെൽവിൻ എവിടെ? മെൽവിൻ തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എപ്പോൾ വന്നാലും സെബാസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ കട്ടക്ക് ഇതേ മെൽവിനും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി റൈസ് പറഞ്ഞ് അത് ഇതേ മെൽവിൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. സിബി പിടിച്ചിരിക്കണ സമ്മതിക്കാനുള്ള, കഴിക്കാൻ സമ്മതിക്കണല്ലേ, വീഡിയോ എടുത്ത് കഴിപ്പിക്കോളാം പറഞ്ഞേ. ചെറുതാറൊക്കെ ചെറുതല്ലേ, സ്പെഷ്യലാണ്. പോർക്ക്, താറാവ്, ചിക്കൻ, നാടൻ കോഴി അല്ലേ? എടുത്ത് പറയേണ്ടതാണ് നാടൻ കോഴി. പിടിച്ചാലെങ്കിൽ നോക്ക്, ടേസ്റ്റ് നോക്ക്. സാധാരണ ഞാനോ നീ പറഞ്ഞു ഇന്നത് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സിബിയുടെ തന്നെ കൊണ്ടുതന്നെ പോർക്കാണ് പിടിച്ചാണ് ആദ്യം. ഇവൻ ഫുഡിന്റെ ആളാണ്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയണ്ടേ? കഴിച്ച അത് ഓക്കെയാണ്. ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ചൊവ്വ വ്യാഴം ശരിയേ ഇതുള്ളൂ, 3 ദിവസം ഉള്ളു ഇതാണ് അല്ലേ? ഓക്കെ. അത് പിന്നെ മുയലടക്കം ഉണ്ടാവില്ലേ? മുയല് ഉണ്ടാവും അല്ലേ? ആഴ്ചയിൽ 1 ദിവസം മുയലാണ്. അത് നിങ്ങൾ പറ്റ ചിക്കൻ പീസ് ഉണ്ട്. ഇനി മൊത്തത്തിലൊരു അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട് ഫുഡ് ഇവിടെ? ഒരു രക്ഷ. നമ്മുടെ ഇതിന് മുന്നിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആശാൻ ഇവിടെ എപ്പോഴും വേണമെന്ന് പറയാം. അപ്പോൾ ഇന്ന് കാലത്തിൽ വർക്കായിട്ട് വരേണ്ട വന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ എന്തായാലും ഫുഡ് അടിച്ചിട്ട് വരും. ഹാപ്പിയാണോ? കുറച്ച് നേരം എൻ്റെ വയസ്സ് പറഞ്ഞപ്പോഴത്തേക്കും സാധാരണ ബാക്കിയുള്ളവർക്ക് ഇതേ മണി കൊടുക്കാറ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇന്ന് എനിക്ക് ഭയങ്കര പറഞ്ഞത് വെച്ച് ഒരു ചിക്കൻ പീസ് എൻ്റെ അടുത്ത് ആദ്യം നോക്കാമെന്ന് വെച്ചു. ഈ പോർക്ക് നാറാവും മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് എപ്പോഴും കഴിക്കും, ലിവറൊക്കെ കഴിക്കുമെങ്കിലും ഈ ചിക്കൻ ഒന്നും എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. മറ്റേത് കൊള്ളൂലെന്നല്ല, ബാക്കിയുള്ളത് അടിപൊളി. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചിക്കൻ. അപ്പോൾ മഞ്ഞണി മസ്റ്റ് ട്രൈ ചെയ്യുന്ന സാധനമുണ്ട് ഇതൊക്കെ. അതിന് വേണ്ടി എടുത്ത് പറഞ്ഞു ചിക്കൻ എടുത്ത്. അതെ പറഞ്ഞായിരുന്നു 3 ദിവസം ഉണ്ടാവുള്ളൂ. വീടുകളുടെ ഇഷ്ടമൊന്നും പറയാം. ശേഷം ഞങ്ങൾ ഒരേ കള്ളപ്പം പറഞ്ഞിട്ടാ. ആ കള്ളപ്പം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കറി ബാക്കി വന്നാറേ പറഞ്ഞു. പക്ഷേ ആ ചിക്കൻ കറി അല്ലെങ്കിൽ താറാവ് കറിയുടെ ചാറ് മാത്രം മതി. ആ കള്ളപ്പവും ചാറും കൂടി അടിച്ചിട്ടുണ്ടല്ലോ, തിരിച്ചിറങ്ങിപ്പോൾ വിരൽ മുഴുവൻ ഉണ്ടാകുന്ന നോക്കണായിരുന്നു. കാരണം അമ്മാതിരി ടേസ്റ്റായിരുന്നു. മണാന്ന് കയറ്റി. പിന്നെ കള്ളപ്പം അല്ലേ പിള്ള വെറുതെ കളയോ, വീണ്ടും പറഞ്ഞു ഓരോന്നും കൂടി ടേസ്റ്റ് പിടിച്ചിട്ട് ഒന്നും പറയാനായിരുന്നു. കിട്ടില്ല ടേസ്റ്റായിരുന്നു. അവസാനം ഞങ്ങൾ രണ്ടും കൂടി തിന്ന് വയറ് നിറഞ്ഞത് ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ച്. ഇതും കഴിഞ്ഞിട്ടാണെങ്കില്ല നിങ്ങൾ ഒന്ന് പോയി എൻജോയ് ചെയ്യുക, നേരിട്ട് എൻജോയ് ചെയ്യുക, അത്ര എനിക്ക് പറയുള്ളൂ. ഇതും കഴിഞ്ഞ് ആമ്പൊക്കം വിട്ട് പുറത്ത് നല്ലതേ തലയുടെ തൊട്ട് മേലെ കൂടി വീണ്ടും അടുത്ത വിമാനം പോണത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് അവിടുത്തെ ഒരു കാഴ്ചയാണ്. ഇവര് ഭയങ്കര തിരക്കാണ്. ഇല്ലെങ്കിൽ ഇവരെയും കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ച് നമുക്ക് ആ വീഡിയോ സെബാസ്റ്റ്യൻ്റെ കടകളെന്ന് പറഞ്ഞ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോ കടയിൽ തന്നെ.
പിന്നെ സെബാസ്റ്റ്യൻ്റെ ചേട്ടൻ്റെ മോൻ മെൽവിനുണ്ട്. മെൽവിനോടെ ഫുൾ സപ്പോർട്ടുണ്ട്. നമ്മൾ എപ്പോഴും വന്നാലും പേരെങ്കിലും ഉണ്ണി മെൽവിനില്ല അല്ലേ? ആ റോള് പുള്ളി കൈകാര്യം ചെയ്യും. അങ്ങനെ തുടങ്ങി. സെബാസ്റ്റ്യേട്ടാ ഒന്ന് കാണിച്ചോട്ടെ. ഇത് സെബാസ്റ്റ്യൻ്റെ പെങ്ങള്, ഇത് മെൽവിൻ്റെ പെങ്ങള്. ഇതിന്റെ പേര് മെർലി. ഫ്ലോറ. സെബാസ്റ്റ്യൻ്റെ പിന്നെ മൂന്നാമത്തെ വീഡിയോ എടുക്കുന്നു. ഇതുണ്ട് ഈ കൊച്ചു വീടിൻ്റെ സൈഡിലൊരു ചെറിയ റൂമിലിരുന്നിട്ട് പുള്ളി ഫുഡ് വിളമ്പിയ ആൾക്കാരെ മക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് സിബി ഉണ്ടായി. സിബി ഇവിടെ എങ്ങനെയുണ്ടായി ഫുഡ്? കറക്റ്റ് കാര്യം പറഞ്ഞു നമ്മുടെ കാണിക്കുന്നുണ്ട്. സൂപ്പർ ഫുഡ്. അതായത് ആ ചിക്കൻ കറി കഴിച്ചില്ലെങ്കിൽ നഷ്ടമായി പോയത്. സത്യത്തിൽ നമ്മൾ സ്ഥിരം പോർക്കും മറ്റേ ലിവറൊക്കെ അടിപൊളി ടേസ്റ്റ് ആണെങ്കിലും ഇത്തവണ ഞങ്ങൾ ലിവർ മാറ്റിയിട്ട് ചിക്കൻ കറി വരും. ചിക്കൻ കറി വേറൊരു മൂഡ്. അയ്യോ അടിപൊളി. അപ്പോൾ വന്നാണെങ്കിൽ മിസ് ചെയ്യരുത്. നമ്മൾ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനും കൂടി വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇതിനകത്തേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഭയങ്കര തിരക്കായിരുന്നില്ലെങ്കിൽ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാനായിരുന്നു ഒരു ആഗ്രഹം അല്ലേ? അവർ വീട്ടുകാരെല്ലാം കൂടി ഭയങ്കര സ്നേഹവും ഉണ്ട്. അവിടെ നിങ്ങൾ വന്ന് ഫുഡ് കഴിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുള്ളൂ. അത് എക്സ്ട്രാ കിട്ടുന്ന ഒരു സാധനം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. വേറെ ഒന്നും പറയാനല്ലോ. ബൈ.